പ്രിയ പ്രേക്ഷകരെ, ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, സുപ്രധാനമായ സംഭവങ്ങൾ ഒക്കെയായി നേഷൻ ഫസ്റ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ എസ് ശ്രീകാന്ത്. കനത്ത മഴ ഡൽഹിയിൽ ഏത് നിമിഷവും പെയ്യും എന്നതാണ് അവസ്ഥ. ഇവിടുത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ ക്യാമറമാൻ കൃഷ്ണകുമാർ നിങ്ങൾക്ക് കാണിച്ചു തരും. നേരെ രാഷ്ട്രപതി ഭവൻ, അതിൻ്റെ ആ മകുടം നമുക്ക് കാണാൻ സാധിക്കും. അതൊന്ന് തിരിച്ച് ആ ഭാഗത്തേക്ക്, ആകാശത്തേക്കൊന്ന് കാണിച്ചു കൊടുത്താൽ ഇന്നത്തെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം കൂടി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതായത് കനത്ത മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാൻ എന്നതാണ് അവസ്ഥ. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, മഴ പെയ്തു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ വാർത്തയിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്ത, ഒരു മഴയിൽ നിന്നും നമ്മൾ പോകുന്നത് CJPയുടെ പ്രൊട്ടസ്റ്റ് നടക്കാൻ പോകുന്നു. അതിലേക്കാണ്. CJP പാർലമെന്റ് മാർച്ച് ഇന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത. ഡൽഹിയിൽ കടുത്ത അക്രമം കഴിഞ്ഞ ദിവസം അഴിച്ചുവിട്ടതിന് പിന്നാലെയാണ് CJP വീണ്ടും ഡൽഹിയിൽ ഈ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഡൽഹി പോലീസിന്റെ ഒരു ഔദ്യോഗിക പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് വിലക്കുകൾ ലംഘിച്ച് മുന്നേറിയ അക്രമിക്കൂട്ടം ഇന്നലെ പോലീസിന് നേരെ കല്ലേറും അക്രമവും അഴിച്ചുവിട്ടതായാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത്. ബാരിക്കേഡുകൾ തകർക്കാനും സർക്കാർ വാഹനങ്ങളും പൊതു സ്വത്തുക്കളും നശിപ്പിക്കാനും ബോധപൂർവമായ ശ്രമം നടന്നതായി പോലീസ് പറയുന്നു. സീനിയർ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 118ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര പരിക്ക് സംഭവിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അക്രമത്തിൽ 20ഓളം സർക്കാർ വാഹനങ്ങൾ തകർത്തു എന്നതും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയാണ്. അക്രമ സംഭവങ്ങളിൽ 70ലധികം പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം വിവിധയിടങ്ങളിൽ FIRകൾ രജിസ്റ്റർ ചെയ്തു വരുന്നതായും പോലീസ് അറിയിക്കുകയും ചെയ്തു. പ്രിയ പ്രേക്ഷകരെ, ഇന്നലെ ഡൽഹിയിൽ സംഭവിച്ച കാര്യം നമ്മൾ കണ്ടതാണ്. ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്തും ഈ രീതിയിലുള്ള സംഭവം അരങ്ങേറരുതാത്തതാണ്. ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അതോടൊപ്പം തന്നെ നമ്മൾ നേപ്പാളിലും കണ്ടതാണ്. ഈ ജൻസി സമരം എന്ന പേരിൽ കുറേയധികം ചെറുപ്പക്കാരെ ഇളക്കിവിട്ട് അവിടുത്തെ ഭരണകൂടത്തെ കടപുഴക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അക്രമവും അതോടൊപ്പം തന്നെ കൊള്ളുവയ്പും നടത്തിയാണ് ആ ഭരണകൂടത്തെ ഈ റെജീം ചേഞ്ച് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. നിങ്ങളൊന്ന് ഓർക്കണം, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ, അതും ഈ നിമിഷം വരെ ഈ 12 വർഷം ഭരിച്ചിട്ടും ഒരു അഴിമതി ആരോപണം പോലും ആർക്കും ഉന്നയിക്കാൻ കഴിയാത്ത ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ, തെരഞ്ഞെടുപ്പിലൂടെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരുവിലിറങ്ങി, യുവാക്കളെ തെരുവിലേക്ക് ഇറക്കി അങ്ങനെ അവരെ കൊണ്ട് ഭരണം അട്ടിമറിപ്പിക്കുക എന്ന രീതിയിലേക്ക് പോകുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നോർക്കണം. തീവ്ര ഇടത് സംഘടനകൾ ഇന്നലെ ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു. ജാമിയ മിലിയയിലെ ജിഹാദി സംഘടനകൾ ഇതിന്റെ ഭാഗമായിരുന്നു. ഈ ചന്ദ്രശേഖർ ആസാദിന്റെ ഭീം ആർമി എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഭാഗമായിരുന്നു. കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും നേതാക്കൾ, പ്രവർത്തകർ ഇതിൽ അണിനിരന്നു. ആം ആദ്മി പാർട്ടി അതിഷി മർലേനെയും മനീഷ് സിസോദിയെയും ഒക്കെയാണ് ഈ സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തത്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കവും, അത് തെരുവിൽ നേരിട്ട് അട്ടിമറിക്കാനുള്ള ഒരു നീക്കവും ഭാരതത്തിൽ വിലപ്പോകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയ പ്രേക്ഷകർ, ഒരു മഴ ശക്തമായി പെയ്തു തുടങ്ങി. അതിനാലാണ് ഈ രീതിയിൽ നമുക്ക് നടക്കേണ്ടി വരുന്നത്. അപ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം, ആ ശ്രമം എന്തു വില കൊടുത്തും ചെറുക്കാനാണ് നിലവിലെ തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നും പാർലമെന്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടു. കഴിഞ്ഞ ദിവസവും ഇന്നും ഡൽഹിയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം നടക്കുന്നതിനാൽ ഈ പല സ്ഥലങ്ങളിലും, തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനാൽ ചില തടസ്സങ്ങൾ നമുക്ക് ഈ സംപ്രേഷണത്തിൽ ഇപ്പോൾ നേരിട്ടു. ഖേദിക്കുന്നു. കർഷക സമരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ വളരെ വേഗം പോകുന്നത്. കർഷക സമരം എന്ന
പേരിൽ ഡൽഹിയിലേക്ക് ഖലിസ്ഥാനികളുടെ മാർച്ച് നടക്കുന്നു എന്നതാണ് കിട്ടുന്ന വിവരം. കർഷക സമരക്കാരുടെ നേതാവ് ഗുർനാം സിംഗ് ചരുണി അറസ്റ്റിലായിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നു. ഭാരതീയ കിസാൻ യൂണിയൻ നേതാവാണ് അറസ്റ്റിലായത് എന്നാണ് വ്യക്തമാകുന്നത്. അംബാല പഞ്ചാബ് ഹൈവേയിൽ കർഷക സമരക്കാരുടെ പ്രതിഷേധം നടക്കുന്നു എന്നും വ്യക്തമാകുന്നുണ്ട്. ഡൽഹി ലക്ഷ്യമിട്ടാണ് കർഷക സമരക്കാരുടെ മാർച്ച് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതേസമയം തന്നെ ഹരിയാന അതിർത്തിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വൻ ആക്രമണത്തിനാണ് കർഷക സമരത്തിന്റെ മറവിൽ ഖലിസ്ഥാൻ ഭീകരർ പദ്ധതിയിടുന്നതെന്ന് രഹസ്യാന്വേഷണ മുന്നറിയിപ്പ് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CJPക്കൊപ്പം ഈ കർഷക സമരം എന്ന പേരിൽ ഖലിസ്ഥാനികൾ കൂടി ചേർന്ന് ഈ രാജ്യത്തെ കത്തിക്കാൻ, കലാപത്തിലേക്ക് തള്ളിവിടാനാണ് ശ്രമം നടക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ഇത് കൃത്യമായ ഗൂഢാലോചന. കഴിഞ്ഞ 10-20 ദിവസം രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ ഇതിന്റെ ഗൂഢാലോചന പുറത്തു വരും എന്നാണ് BJP ആരോപിക്കുന്നത്. സ്വാഭാവികമായും ആ നിലയ്ക്ക് കൂടി അന്വേഷണം പോകണം എന്നാണ് വ്യക്തമാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. പാർലമെന്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുന്നു എന്നതാണ് വാർത്ത. NDA MPമാരുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ചേരുന്ന യോഗത്തിൽ സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ അടക്കം ചർച്ചയാകും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതേസമയം സഭ സ്തംഭിപ്പിക്കാനുള്ള നീക്കവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും സഭ പ്രതിപക്ഷം സ്തംഭിപ്പിച്ചു. ഏത് തരത്തിലും ഈ സഭ നടത്തിക്കൊണ്ടു പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ടൂറ് കഴിഞ്ഞെത്തിയ രാഹുൽ ഗാന്ധി. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. സിക്കിമിൽ നിന്നും വരുന്ന വാർത്തയാണ്. ദക്ഷിണ സിക്കിമിൽ നിർമ്മാണത്തിലിരിക്കുന്ന തീസ്ത ജലവൈദ്യുത തുരങ്കത്തിൽ മീഥൈൻ വാതക സ്ഫോടനവും മണ്ണിടിച്ചിലും എന്ന വാർത്ത വന്നിരുന്നു. 7 പേരുടെ മരണം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തൊഴിലാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. നാഥുല അതിർത്തിക്കടുത്ത് സാമർഡങ്കിൽ NHPC നിർമ്മിക്കുന്ന തീസ്ത സ്റ്റേജ് 6 പദ്ധതിയിലാണ് വൻ അപകടം ഉണ്ടായത്. തീപിടുത്തത്തിന് പിന്നാലെ മണ്ണിടിച്ചിൽ തുരങ്കത്തിന്റെ പ്രവേശന കവാടം പൂർണ്ണമായും അടഞ്ഞു എന്നും വാർത്ത വരുന്നു. വിഷവാതക ചോർച്ചയും ഓക്സിജൻ കുറവും രക്ഷാപ്രവർത്തനത്തിന് വൻ വെല്ലുവിളി ഉയർത്തുന്നു എന്നതും വാർത്തയായി വരുന്നുണ്ട്. NDRF, SDRF, പോലീസ്, ഫയർഫോഴ്സ് സേനകൾ സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മരിച്ച തൊഴിലാളികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രക്ഷാദൗത്യം വളരെ വേഗം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതം താൽക്കാലികമായി നിർത്തിവെച്ച ഇൻഡസ് ജല ഉടമ്പടി നിലവിലെ രൂപത്തിൽ ഇനി പുനഃസ്ഥാപിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായി പറയുകയാണ്. അതായത് പാകിസ്ഥാന് ദാഹിച്ച വെള്ളം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്രം. പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിച്ചതിന് യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ ഉടമ്പടി പഴയപടി പുനരാരംഭിക്കാനാകില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ അതിർത്തി പങ്കിടുന്ന നദികളിലെ ജലവിഹിതവുമായി ബന്ധപ്പെട്ട പഴയ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. മുൻപ് പല കരാറുകളും പാകിസ്ഥാനുമായി ഒപ്പിട്ട് കാണും. പക്ഷേ അവരുടെ കയ്യിലിരിപ്പ് മോശമായതിനാൽ അതെല്ലാം പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമം തുടരുന്നു എന്നതാണ് വാർത്ത. ഭൂതനാഥ ക്ഷേത്രത്തിന് നേർക്ക് ആക്രമണം നടന്നുവെന്നും ബാബ ഭൂതനാഥന്റെ വിഗ്രഹം തകർത്തു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഭീംപൂരിൽ 50 വർഷത്തിലേറെയായി ആരാധന നടത്തി വരുന്ന ക്ഷേത്രമാണ് ആക്രമിക്കപ്പെട്ടത്. ജസ്ലോറിൽ നിന്നും ഹിന്ദു കുടുംബത്തെ നാടുകടത്തി എന്ന വാർത്തയും വരുന്നു. വീട്ടിൽ നിന്നും ഹിന്ദു കുടുംബത്തെ അടിച്ചിറക്കി വീടും വസ്തുവും തട്ടിയെടുത്തു ഇസ്ലാമിസ്റ്റുകൾ എന്ന വാർത്തയാണ് വരുന്നത്. പരമ്പരാഗതമായി സുശാന്ത മണ്ഡലിന് ലഭിച്ച സ്വത്താണ് മുസ്ലിങ്ങൾ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തത്. ഹിന്ദു കുടുംബത്തെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയാണ് ഈ വസ്തുക്കൾ തട്ടിയെടുത്തത് എന്നതാണ് സ്ഥിരീകരിക്കപ്പെട്ട വാർത്ത. അപ്പോൾ ബംഗ്ലാദേശിലെ ഏറ്റവും സർവ്വസാധാരണക്കാരായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന കൊടിയ ദുരിതം കണ്ടില്ല എന്ന് നടിക്കാൻ ഇനിയുമാകില്ല എന്നതാണ് അവസ്ഥ. മറ്റൊരു വാർത്ത അയോധ്യയുമായി ബന്ധപ്പെട്ടാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി
മുഖ്യപ്രതിയായ റാം ശങ്കർ യാദവ് അഥവാ ടിന്നു യാദവിൻ്റെ കസ്റ്റഡി ചോദ്യം ചെയ്യലിനിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകളടങ്ങിയ ഫയൽ പോലീസ് പിടിച്ചെടുത്തു. ഈ ടിന്നു യാദവ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും രാമക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഫയൽ പിടിച്ചെടുത്തു എന്നാണ് വരുന്ന വാർത്ത. അന്വേഷണത്തിനിടെ ടിന്നു യാദവ് കാണിച്ച സ്ഥലത്തു നിന്നാണ് ഫയൽ കണ്ടെത്തിയത്. ഫയലിൽ രാമക്ഷേത്ര സമുച്ചയത്തിനായുള്ള ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട രേഖകൾ, നഷ്ടപരിഹാര വിവരങ്ങൾ, ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു സുപ്രധാന രേഖകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ട്രസ്റ്റിൽ ഔദ്യോഗിക പദവി ഇല്ലാതിരുന്നിട്ടും ടിന്നു യാദവിന്റെ കൈവശം ഇത്തരത്തിലുള്ള രഹസ്യരേഖകൾ എങ്ങനെ എത്തി എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്, SIT അന്വേഷിക്കുന്നത്. അപ്പോൾ വളരെ കർശനമായ അന്വേഷണം യോഗി ആദിത്യനാഥ് നടത്തുന്നുണ്ട്. ടിന്നു യാദവ് അല്ല, ഇനി മറ്റേത് യാദവായാലും അത് ആരുടെ തന്നെ അടുപ്പക്കാരനായാലും അകത്താകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. യോഗി ആദിത്യനാഥാണ് SITയെ നിയോഗിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. ഇന്ന് നമ്മുടെ ബുള്ളറ്റിൻ വളരെ വേഗം നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇന്ന് ഈ പാറ്റാക്കൂട്ടം വീണ്ടും തെരുവിലിറങ്ങാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ നമുക്ക് വേഗം അവിടേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിനാലാണ് കുറച്ച് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. വന്ദേ മാതരം നിർബന്ധമാക്കുന്നതിനെതിരെ AIMIM രംഗത്ത് വന്നു എന്നതാണ് പുതിയ വാർത്ത പുറത്തു വരുന്നത്. വന്ദേ മാതരത്തെ ബഹുമാനിക്കുന്നു, എന്നാൽ ചില വരികൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ലെന്നാണ് AIMIM പറയുന്നത്. ആ വരികൾ ഏതെന്ന് AIMIM തന്നെ വ്യക്തമാക്കണം. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ്റെ ചവിട്ടും തുപ്പുമേറ്റ് അവൻ്റെ കയ്യിൽ നിന്നും അടിയേറ്റ് വാങ്ങി പിടയുമ്പോൾ നൂന്ന് നിൽക്കാൻ ഊർജം പകർന്ന വാക്കാണ് വന്ദേ മാതരം. ഇതിലെവിടെയാണ് മുസ്ലിം വിഭാഗത്തിന് പൊള്ളുന്നത് എന്ന് AIMIM വ്യക്തമാക്കിയേ തീരൂ. ഒരേ ഒരു ദൈവമാണുള്ളതെന്നും പ്രവാചകൻ മുഹമ്മദ് ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് AIMIM വക്താവ് വാരിസ് പത്താൻ പറയുന്നു. വന്ദേ മാതരത്തെ ബഹുമാനിക്കാത്തവരെ ദേശവിരുദ്ധരെന്ന് വിളിക്കുന്നത് തെറ്റാണെന്നും വാരിസ് പത്താൻ പറയുന്നു. ദേശവിരുദ്ധരെന്ന് വിളിക്കുന്നില്ല, തങ്കത്തളികയിൽ വെച്ച് ആരാധിക്കാം എന്നാണ് വാരിസ് പത്താനോട് പറയാനുള്ളത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഊർജം പകർന്ന വാക്കാണ് വന്ദേ മാതരം. അത് ഉറക്കെ ഉറക്കെ പറയുക തന്നെ ചെയ്യും. അത് ഉറക്കെ ഉറക്കെ ഈ തെരുവുകളിൽ ഉയർന്ന് കേൾക്കുക തന്നെ ചെയ്യും. അന്നില്ലാത്ത ബുദ്ധിമുട്ടും അന്നില്ലാത്ത പ്രശ്നങ്ങളും ഇന്ന് AIMIM-നല്ല, മറ്റാർക്കും തോന്നേണ്ട കാര്യമല്ല. കർശനമായത് നടപ്പാക്കും എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്.